ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ വണ്ടർലാൻഡ് അടുത്ത് മണിക്കക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് മോസിസ് ഡൈസനെ കാണാനാണ്. ഡൈസന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഒരു ക്രിസ്ത്യനാണ്, സൊറിയാനി കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഈ പിന്നിൽ കാണുന്നതാണ് ഡൈസൻ്റെ വീട്. ഡൈസനും ഡൈസൻ്റെ പെങ്ങളും പെങ്ങളെ ഭർത്താവും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഇവിടെയാണ് താമസം. ഇത് ഡൈസൻ്റെ പെങ്ങളെ വീടാണ് കേട്ടോ. അവിടെ അവരെല്ലാവരും ഒരുമിച്ചാണ് താമസം. അപ്പോൾ ഡൈസൻ എന്താ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇടത് കാലിനും ഇടത് കൈക്കും ചെറിയൊരു വളവുണ്ട്. പക്ഷേ ആൾ സ്മാർട്ടാണ്, ഓടിച്ചാടി നടക്കും. പിന്നെ സംസാരിക്കാൻ പറ്റില്ല, അമ്മ അപ്പ അങ്ങനെയൊക്കെ മാത്രമേ പറ്റൂ, അല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല. ആൾ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ഇവർക്ക് ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം. എന്നാവാ ഉള്ളിലേക്ക് പോവാം. ഇതാണ് വീട്. ഇത് ഇവരാദ്യം വാടകയ്ക്കായിരുന്നു, ഇപ്പോൾ ഇവർ മേടിച്ചതാണ് കേട്ടോ. ഇത് ഇവരുടെ സ്വന്തം വീടാണിത്. ഫുള്ള് പക്ഷികളും കാര്യങ്ങളൊക്കെയാണ്. ഡൈസാ ഈ വരുന്നതാണ് കേട്ടോ ഡൈസൺ. നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, കാല് ചെറുങ്ങനെ ഒരു വലിച്ചു വെക്കും പോലെ, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇടത് കയ്യും അല്ലേ. എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? നമ്മൾ പറയുന്നൊക്കെ കേൾക്കും കേട്ടോ, പക്ഷേ സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. ഇത് ഡൈസൻ്റെ അളിയനാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സേവിയറാണ്. സേവിയർ അല്ലേ? ഇതാണ് അമ്മ. അമ്മേൻ്റെ പേരെന്താ? എൽസി. ഇവിടെ ഡോഗ് ഉണ്ട് അല്ലേ, ഉള്ളിലാണുള്ളത്. നമുക്ക് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ. ഡൈസ ഇവിടെ ഇരുന്നോ. ചേട്ടാ, ഡൈസന് കേൾവിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ? ഇല്ല. സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ പിന്നെ ഒന്നും പറയില്ല, ചെറുങ്ങനെ പറയോ? ആളിയെന്ന് പറയും, ചെറുതായിട്ട് അമ്മ എന്ന് പറയും. അമ്മ അങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലേ? അമ്മ എന്ന് പറയും, പെങ്ങളെ അമ്മാമ്മനെ വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കും. വേറെ ആൾക്ക് പൈസേന്റെ കണക്ക് അതൊക്കെ അറിയോ? എഴുതാനും വായിക്കാനൊക്കെ അറിയോ? അതൊക്കെ കുറച്ചൊക്കെ അറിയാം. എത്ര വരെ പഠിച്ചേ? 5ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. 5 വരെ. അതിനുശേഷം പിന്നെ ഒന്നിനും പോയില്ല അല്ലേ? അപ്പോ എഴുതാൻ വായിക്കാൻ അത്യാവശ്യം. അപ്പോ 5 വരെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് അത്രേ അറിയൂ അല്ലേ? അത്രേ ഉള്ളൂ. പൈസേന്റെ കണക്കൊക്കെ അറിയില്ലേ? നമ്മളെ കട നടത്താണ്, കഞ്ഞിക്കട അല്ലേ? കഞ്ഞിക്കട ഉണ്ട്. അമ്മയും കൂടി അല്ലേ? അമ്മയും കൂടി കഞ്ഞിക്കട നടത്തിക്കൊണ്ടിരിക്കുക. കഞ്ഞിയും വേറെന്തൊക്കെയുള്ള ചായയും കടിയൊക്കെ ഉണ്ട് അല്ലേ? വെള്ളം കുപ്പി, ചായ കടിയൊക്കെ ഉണ്ട് കടയില്. കഞ്ഞിയാണ് മെയിൻ അല്ലേ? അതെ. എല്ലാ ഡേയ്സിന് വേറെ ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ പക്കത്തക്കറിവൊന്നും ഇല്ലല്ലോ? ബുദ്ധിപരമായ വിഷയമൊന്നും ഇല്ലല്ലോ? എല്ലാം ചോദിക്കുന്ന കേട്ടോ ഡേയ്സ്, ഒന്നും വിചാരിക്കണ്ട. കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയണല്ലോ. അതെ, ഡേയ്സിന് ആള് നല്ല സ്മാർട്ടാണ് കേട്ടോ, ഓടിച്ചാടി നടക്കുന്ന അല്ലേ? ആ ഒരു ഉഷാർ തന്നെ ഉണ്ട്, ആ ഒരു എനർജി തന്നെ ഉണ്ട് കാര്യങ്ങള്. നമ്മള് പറയുന്നൊക്കെ ഡേയ്സൺ കേൾക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊരു അപൂർവമാണ്. ഇപ്പൊ കേൾവിയില്ലാത്തവർക്ക് സംസാരിക്കാനും പറ്റൂല, കേൾക്കാനും പറ്റൂല, അങ്ങനെയാണ് പൊതുവേ കാണല്. ഇത് ഡേയ്സന്റെ കാര്യത്തില് കേൾവി നല്ലോണം ഉണ്ട്, സംസാരിക്കാൻ മാത്രമാണ് ബുദ്ധിമുട്ട് അല്ലേ? അതെ 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 അതെ. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 38 വയസ്സ് കഴിഞ്ഞു. 38. ഇപ്പൊ കല്യാണാലോചന നോക്കിയില്ലേനോ? നോക്കിയില്ലായിരുന്നു ഇതുവരെ. അങ്ങനെ നോക്കിയില്ലേനു അല്ലേ? നമുക്ക് ഏതൊക്കെ ജില്ല പറ്റുമോ? നമുക്ക് ജില്ല ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന നല്ല ഇതായിട്ടൊന്ന് ഒത്തു വരണം. നമ്മുടെ കുടുംബത്തിൽ നമ്മളെല്ലാം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അതെ. നിങ്ങൾക്ക് സുറിയാനി അങ്ങനെ എന്തെങ്കിലും ക്രിസ്ത്യനിൽ ഏതായാലും പറ്റൂലേ? പെന്തിക്കോസ് ഒഴിച്ച് ബാക്കിയെല്ലാം പറ്റും. പെന്തിക്കോസ് ഒഴിച്ച് ബാക്കി ഏതും പറ്റൂല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വരിക, നല്ല നല്ല ആലോചനകളായിട്ട് മുമ്പോട്ട് വരണം. എത്രയും പെട്ടെന്ന് ഡൈസൻ്റെ കല്യാണം നമുക്ക് നടത്തണം. ഡൈസൺ ഇപ്പോൾ 38 വയസ്സാണ് ആയത്. നമുക്കൊരു മാക്സിമം 35 വയസ്സ് വരെ നോക്കാം അല്ലേ? ഏട്ടാ, ഭർത്താവ് മരിച്ചത്, ഡിവോഴ്സ് ആയതൊക്കെ നമ്മൾ സ്വീകരിക്കും. പക്ഷേ കുട്ടികളില്ലാത്തത് കേട്ടോ, ഇടുക്കി അങ്ങനെ പിന്നെ ക്രിസ്ത്യൻസ് കൂടുതലായിട്ടുള്ള ഏരിയകളിലുള്ള ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അപ്പോൾ മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡൈസൻ്റെ കല്യാണം നടത്തണം. 35-34 വയസ്സൊക്കെ ആയിട്ട് കല്യാണം കഴിയാതെ സാമ്പത്തിക പ്രശ്നം കൊണ്ടോ അങ്ങനെയൊക്കെ നിന്നുപോലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും കോൺടാക്ട് ചെയ്യണം. ഇവർ എറണാകുളം സിറ്റിയിൽ തന്നെയാണ് തന്നെ പറയുക. സിറ്റിയിൽ നിന്ന് ഇവിടെ അത്രക്കാരും ദൂരമൊന്നുമില്ല. എറണാകുളം സിറ്റിയിൽ സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം ഇവിടെയൊക്കെ അത്രയും പൈസയും കാര്യങ്ങളൊക്കെയാണ് സെൻറ്റിനൊക്കെ അല്ലേ? അതെ. അപ്പോൾ സ്വന്തം വീട് കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ വാടകയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ സ്വന്തം വീടൊക്കെ വാങ്ങിയ ഒരു സെറ്റാണ്. ഇനിയിപ്പോൾ ഡൈസൻ്റെ കല്യാണമൊക്കെ ശേഷം കടയൊക്കെ അല്ലേ വരുന്ന കടയൊക്കെ നമുക്ക് ഒന്നുകൂടി ഉഷാറൊക്കെ ഒന്നുകൂടി വിപുലീകരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ അധ്വാനിക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് അല്ലേ? അവിടെ കച്ചവടമൊക്കെ ഇല്ലേ? നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ.
എന്ത് ഒരു കെട്ടിടം വെക്കാൻ വേണ്ടി ഒരു വലിയ ഫ്ലാറ്റ് വരുന്നുണ്ട്. ഫ്ലാറ്റ് വരുന്നുണ്ട്. അപ്പൊ കച്ചവടം കൂടും. ഫ്ലാറ്റൊക്കെ വന്നാൽ കച്ചവടം കൂടും. കഞ്ഞിക്ക് വേറെ തന്നെ ഒരു ഫാൻസ് ഉണ്ടല്ലോ. അതെ, ഹോസ്പിറ്റൽ വരുന്നുണ്ട് അവിടെ, ഹോസ്പിറ്റലുണ്ട്. ഒരു കഞ്ഞി കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി പണി തുടങ്ങാൻ പോണേട്ടാ, നമുക്ക് ഇത്തിരി പുരോഗമിക്കാനോട്ടാന്നും പറഞ്ഞു കൊണ്ടുപോയി. അതെ, അപ്പൊ കടയൊക്കെ ഉഷാറാക്കിക്കോ, കച്ചവടം എല്ലാം കൂടും. അതെ, അപ്പൊ സാമ്പത്തികമായിട്ട് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. പോലെ കടയും കാര്യമെല്ലാം ഉണ്ട്. അപ്പം നല്ല പണിക്കെല്ലാം പോകുന്നതാണ്, അപ്പോൾ അധ്വാനിക്കുന്നതാണ്. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ആള് ഭയങ്കര സ്മാർട്ടാണ് മെയിനായിട്ടില്ലേ ഡൈസ? ആ അങ്ങനത്തെ ഒരു ദുശീലവും ഇല്ല അല്ലേ? അതെ അതെ, പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോവുക അല്ലേ? നല്ലൊരു ചെറുപ്പക്കാരനാണ്. സിഗരറ്റ് വലിയും കള്ളുകൂടി അങ്ങനത്തെ ഒരു ദുശീലവും ഇല്ല രണ്ടാൾക്കും എന്നാ പറഞ്ഞേ. ഒരുപാട് സന്തോഷം. പള്ളിയിൽ പോവുക, പിന്നെ നമ്മളെ പ്രാർത്ഥന, നമ്മളെ രീതിയിൽ നമ്മൾ പണിക്ക് പോവുക, വീട്ടിൽ വരിക, അങ്ങനെയുള്ളൊരു ചുറ്റുപാടാണ്. അങ്ങനെയുള്ള ഒരാൾ കിട്ടുക എന്ന് പറയുന്നത് പറഞ്ഞോട്ടെ, അങ്ങനെയുള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് തീർച്ചയായും. അമ്മ പറഞ്ഞോ. എനിക്കിപ്പോൾ വന്നേക്കണ ഒരു മരുമോൻ മരുമോനല്ല, എനിക്കൊരു മകനാണത്. ഞങ്ങളൊരു കുടുംബം, അമ്മയും മക്കളായിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ ഒരു പെങ്കൊച്ചും വന്ന് കയറണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതേപോലെ ജീവിക്കണം. എവിടെ പോയാലും ഞങ്ങൾ 4 കൂടി പോകും, 4 കൂടി വരും. ഒരിടത്ത് അന്തി മാറി കിടക്കട്ടെ, ഇരിക്കട്ടെ, പോകട്ടെ ചെയ്യില്ല. പോണേ ഞങ്ങൾ 4 കൂടി പോകും. വണ്ടി പിടിക്കുക, പോവുക. അതിന് നമുക്ക് 5 ആക്കണം അല്ലേ? ഒരു 5 ആക്കണം. അതേപോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടണം, ഒരു പെൺകൊച്ചിനെ. തീർച്ചയായിട്ടും നല്ല ഹാപ്പി ആയിട്ട് ഇവരെ ഫാമിലി അതേപോലെ തന്നെ മുമ്പോട്ട് പോകണം. അപ്പം നല്ല സ്നേഹനിധിയായ നല്ലൊരു പെൺകുട്ടി വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് കല്യാണം നടക്കാത്തതൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള നല്ലൊരു ജീവിതം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇവരെ പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്യാട്ടോ, 100% അന്വേഷിച്ചിട്ട് തന്നെ മുമ്പോട്ട് വരണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നല്ലപോലെ അന്വേഷിക്കണം. അതുപോലെ നിങ്ങളും അന്വേഷിക്കണം. ആലോചനകൾ വരുമ്പോൾ നല്ല രീതിയിൽ അന്വേഷിച്ച് നിൽക്കുക. ചേട്ടൻ ഇവിടെ വണ്ടർലയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? വണ്ടർലയിൽ ഗാർഡനിങ്ങിന്റെ വർക്കാണ് അല്ലേ? അതെ, അത് ശരി. അതെ. ഡൈസൺ വണ്ടിയൊക്കെ ഓടിക്കൂലേ ചേട്ടാ? ബൈക്ക് ഉണ്ട് അല്ലേ? ബൈക്കൊക്കെ ഓടിക്കും. അതേപോലെ തന്നെ ഡൈസിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാളെയാണ് വേണ്ടതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കാനായാലും ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, സാമ്പത്തികമായിട്ടൊക്കെ നല്ല അതൊന്നും നമുക്ക് പ്രശ്നമില്ല. സാമ്പത്തികമായിട്ടും അല്ലെ കുറച്ച് കഴിവ് കുറവൊന്നും പ്രശ്നമില്ല അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പാവപ്പെട്ട ഒരു പെങ്കൊച്ച അതിനെ പോലത്തെ ആയിരിക്കരുത്. നമുക്ക് അതിനുവേണ്ടി ഇപ്പൊ അളിയന്റെ എങ്ങനെ ആയിരിക്കും, അളിയനോട് സംസാരിക്കണമെങ്കിലും അതൊരു പെങ്കൊച്ച് നല്ല സംസാരിക്കണം, ഒരു പെങ്കൊച്ചായിരിക്കണമല്ല. മറ്റേ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം പറയാനൊക്കെ വരണമെങ്കിൽ നമ്മൾ അത് അറിഞ്ഞിരുന്നും കൊണ്ട് നമ്മ പിന്നെയും വിളിച്ചു കയറ്റുമ്പോൾ നമുക്കും വിഷമം, അവർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണത് അല്ലേ? അപ്പം അത് വേറെ പറ്റൂല. സംസാരിക്കണതും നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു പെങ്കൊച്ചായിരിക്കണം. അപ്പോൾ സംസാരിക്കാനും ഇതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. ഇവരുടെ ഫാമിലീനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, 2 കൂട്ടരും അന്വേഷിച്ചിട്ട് തന്നെ ചെയ്യാൻ കേട്ടോ. കല്യാണ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യാം. അപ്പോൾ വേറൊന്നും പറയാനില്ലല്ലോ കേട്ടോ കൂടുതലായിട്ട് ഇല്ല. അത്രേ ഉള്ളൂ. ഡൈസിൻ്റെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഡൈസിന് പിന്നെ 5ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. പക്ഷേ എഴുതാനും വായിക്കാനും അത്യാവശ്യമൊക്കെ അറിയാം. പിന്നെ വയസ്സിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഒറ്റയ്ക്ക് യാത്രയൊക്കെ ചെയ്യുന്നതാണ് അല്ലേ? ബസ് കയറിയൊക്കെ പോകാറുള്ളത്. അല്ല, ഒറ്റയ്ക്ക് അല്ലാതെ ബസ്സിലൊന്നും കയറി അങ്ങനെ പോകില്ല അല്ലേ? എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. ഒരുമിച്ചേ പോകാറുള്ളൂ എവിടെ പോകുന്നെങ്കിലും. വണ്ടിയിൽ പോകുമ്പോൾ അപ്പോൾ ജോലി വീട് അല്ലേ? അങ്ങനത്തെ ഒരു സിസ്റ്റം ആണിപ്പോൾ അല്ലേ? അതെ അതെ. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഒരാൾ വരണം എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ണർ വരട്ടെ. അപ്പോൾ കൂടുതലായിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? കൂടുതലായിട്ടൊന്നും വേറെ ഒന്നുമില്ല. നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു പെങ്കൊച്ചു മാത്രം, ഒരു പാവപ്പെട്ട പെങ്കൊച്ചായിരിക്കണം. കുടുംബത്തിൽ ഒതുങ്ങി പോകാൻ പറ്റുന്നത്. വഴക്കിട്ട് കോവിച്ചൊക്കെ പോണങ്ങളൊന്നും നമുക്ക് പറ്റില്ല. അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ ഒരു അയൽവക്കത്തെ ആൾക്കാരറിയില്ല ഞങ്ങളുടെ ജീവിതത്തെ പറ്റി. അങ്ങനെ പോണം നമുക്ക്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ലൊരു പെൺകുട്ടി വരട്ടെ. നവീനായിക്കോട്ടെ ഏട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ശരി, ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഡൈസണും അളിയനും അമ്മയും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നല്ല സ്മാർട്ടായിട്ടുള്ള ഇത് സുറിയാനി ആണെങ്കിൽ സന്തോഷം. ഇപ്പം മറ്റുള്ളതാണെങ്കിൽ ബന്ധക്കോസ് അല്ലാത്ത വേറെ ഏതാണെങ്കിലും നമ്മൾ സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻസ് കൂടുതലായിട്ടുള്ള ജില്ലകളിലേക്ക് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം. ഇടുക്കി ആയിക്കോട്ടെ, പിന്നെ ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, കാഞ്ഞിരപ്പള്ളി അങ്ങോട്ടൊക്കെ ആയാലും, പിന്നെ പത്തനംതിട്ട, അതുപോലെ
ക്രിസ്ത്യൻസ് ഉള്ള ഏതൊക്കെ ഏരിയയിലുണ്ടോ എല്ലാ ഏരിയയിലും ഉണ്ട്. എങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കല്യാണം നടക്കാത്ത ആളുകളുള്ളതും ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ ഡൈസൻ്റെ പറ്റിയ ഒരാളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചേക്കാം. പറഞ്ഞല്ലോ 35 വയസ്സ് വരെയൊക്കെ നമുക്ക് സ്വീകരിക്കാം. 38 വയസ്സാണ് ഡൈസൺ ആയത്. പിന്നെ ജോലി ഇപ്പോൾ പറഞ്ഞല്ലോ കഞ്ഞി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നതാണ്. ബാക്കി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കൂടെ കേട്ടോ. ഓക്കെ.